ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ അജാസും അതുപോലെ ഇവിടെ നമ്മുടെ കിഷോറും തമ്മിൽ പൂരം അടി. ആ സമയത്ത് അജാസിന് പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് കിഷോറിനെ നമ്മുടെ അവർണിക. കിട്ടട്ടെ അവനിട്ട് എന്നുള്ള ഇതില്. അത് കഴിഞ്ഞപ്പോഴേക്കും അജാസെ, നീ അത്ര വലിയ ഇടന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മോളെ ഗോവിന്ദൻ ഉപേക്ഷിച്ചാൽ എൻ്റെ മോളെ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് നാണമില്ലാത്ത ഭദ്രൻ ദേ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണോന്നും ചോദിച്ചുകൊണ്ട് ഭദ്രന്റെ ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം കൊടുത്തു അജാസ്. അപ്പോഴേക്കും കിഷോർ കയറി അജാസിനെ വട്ടം പിടിക്കുന്നു. പിന്നെ അവനെ ഉന്തിത്തള്ളി ഇങ്ങോട്ട് എടുത്തിട്ട് അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കുക നമ്മുടെ അജാസ്. ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരിൽ നിന്ന് കരയും. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട്, സത്യം പറ ചേച്ചി, ഇതേ ഏട്ടന് കൊലക്കി കൊടുക്കാൻ ചേച്ചി തീരുമാനിച്ചിരിക്കാന്ന് ചോദിച്ചപ്പം അവന്റെ കയ്യിലിരിപ്പിന് ഇതൊന്നും കിട്ടിയാ പോരാന്ന് പറഞ്ഞു നേരം അവർണിക. പിന്നെ അവനെ ഒന്നിനും കൊള്ളില്ല. അവനിട്ടുള്ളത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രനിട്ടായി. രണ്ടിനെ ചവിട്ടി കൂട്ടി ഇഞ്ച പരുവാക്കി. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ചിന്തയൊക്കെ ആയിട്ട് ജീവിക്കാൻ, ഇല്ലെങ്കിലേ ഇതിന്റെ വീക്കൊക്കെ കൂടും കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അജാസ. അപ്പൊ എന്നാ ശരി പോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണിച്ച ഈ ഷോ നേരെ ചെന്ന് ഗീതാഞ്ജലിയുടെ ഒരിക്കൽ കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അതിന് പകരം ആ ദേഷ്യവും കൂടെ ഞാൻ ഇവിടെ തീർത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ ഇവമാർക്കിട്ട് കൊടുക്കുന്നു. അങ്ങനെ രണ്ടെണ്ണത്തിനെയും തല്ലി കൊന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ അജാസ് പോരെ എന്ന് ചോദിച്ചിട്ട് പോണു. പിന്നെ അമ്മയും അനുജത്തിയും കൂടെ കിഷോറിനെ എടുത്ത് പൊക്കുന്നു, അവിടെ കൊണ്ടേ കിടത്തുന്നു, ഇവിടെ കൊണ്ടേ ഇരുത്തുന്നു. അങ്ങനെയൊക്കെ സമയം ഇനി അടുത്തത് ഗോവിന്ദ് സാറിന്റെ റൗണ്ട് വരുമെന്നും അപ്പോഴേക്കും രണ്ടാളും ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി വെച്ചോളാൻ പറഞ്ഞു അവർണിക. അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞിട്ട് അവർണിക അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കിഷോർ അതൊക്കെ എഴുന്നേറ്റ് എങ്ങനെ അങ്ങ് പോവുക. എന്നിട്ട് അകത്ത് പോയി കൊക്കാന്ന് പറഞ്ഞ് ചിരിക്കുക. നിനക്ക് എന്താടാ എന്ന് ചോദിച്ചു. ഗീതു, ഇനി ഞാൻ തോക്കില്ല, എന്തായാലും എൻ്റെ ബുദ്ധിക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ അടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് ഇവരകത്തേക്ക് കയറി പോയി. ചേട്ടനെ പൊക്കിയെടുക്കാൻ ആരുമില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നല്ല മഴ. അമ്മ ഇങ്ങനെ അവിടെ ഇരുന്ന് മകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതുവായിട്ട് സംസാരിക്കുക. അവളുടെ അസുഖത്തെ പറ്റിയും അതുപോലെ തന്നെ അവളുടെ രോഗം ഈ ഒരു അവസ്ഥയിലാണെന്ന് ഇതുവരെ കണ്ട ഡോക്ടറുടെ അഭിപ്രായം എല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ രോഗം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഗീതു മേഡത്തിനോട്. പക്ഷെ അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇല്ലാന്ന് അത് കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അറിവിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു രോഗം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ രഞ്ജുവിൻ്റെ അച്ഛനിൽ നിന്നാണോ അവൾക്ക് ഈ അസുഖം കിട്ടിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അമ്മ മിണ്ടുന്നില്ല. അദ്ദേഹം എവിടെയാ? അമ്മയുടെ കുടുംബജീവിതത്തെ പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മരിക്കാൻ ഈ അസുഖമായിരുന്ന കാരണം എന്ന് ചോദിച്ചപ്പോൾ അല്ല, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര കരച്ചിൽ. ഗീതുവിനാകെ സങ്കടമായി. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം റെഡിയാകും. നേരത്തെ പോലെ അല്ലല്ലോ, ഇപ്പോഴല്ലേ പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നത്. അമ്മ നോക്കിക്കോ, ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസ് മരുന്ന് കണ്ടുപിടിച്ചിരിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കാം. അങ്ങനെ ആ ഒരു അസുഖവും കാര്യങ്ങളും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് പോകുന്നതെന്നും അപ്പോൾ ആ ഒരു രോഗം അത് തന്നെയാണ് അവളിപ്പോൾ എന്നെ വെറുക്കാനുള്ള കാരണം പോലും എന്ന് ഈ അമ്മ ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ട് ഗീതുവും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഗീതുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മ വിഷമിക്കല്ലേ, ആ വെറുപ്പൊക്കെ മാറും, അമ്മയ്ക്ക് അമ്മയുടെ മകളെ തിരിച്ച് കിട്ടും എന്ന് ഗീതു. എന്നെ അമ്മ വിശ്വസിക്കാനും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി രഞ്ജു അമ്മയെ തേടി എത്തിയിരിക്കും എന്നുള്ള കാര്യങ്ങളും പറയാം. നീ ഇക്കാര്യം ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് ഗീതുവിനോട് അമ്മ ചോദിച്ചു. അപ്പൊ അതെന്താണെന്നൊന്നും ഞാൻ പറയില്ല, എല്ലാവർക്കും എൻ്റെ മുന്നിലെ രഹസ്യങ്ങളല്ലേ. അമ്മയ്ക്കും രഞ്ജുവിനും കണ്ണേട്ടനും ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം അമ്മ ഇങ്ങനെ ചിരിച്ചു. തൽക്കാലം ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അമ്മയെ തേടി അമ്മയുടെ മകള് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ എൻ്റെ ശിവ എന്നെ തേടി എൻ്റെ അരികിലേക്ക് വന്നാൽ, എന്നെ സ്നേഹത്തോടെ അമ്മയെന്നൊന്ന് വിളിച്ചാൽ പിന്നെ നിന്റെ മുന്നിൽ എനിക്ക് ഒരു രഹസ്യങ്ങളും ഉണ്ടാകില്ല എന്ന് ഈ അമ്മ ഗീതുവിന് വാക്കു കൊടുക്കുന്നു. എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയുമെന്നുള്ള കാര്യങ്ങൾ ഗീതുവിനോട് അമ്മ പറയുക. അത് കേട്ടപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമായി. അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അജാസ് വന്നപ്പോൾ ഗീതുവിന് പോകാറായി. ഞാൻ എന്നാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഗീതു ഇറങ്ങി ചെന്ന് അജാസിനോട് ചോദിച്ചു, പോയ കാര്യമൊക്കെ സക്സസ് ആയോന്ന്? സക്സസ് ആയി, അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു.
പിന്നെ അവർണയ്ക്ക് അവൻ കയ്യിലെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അവന്റെ ഭാഗം ചേർന്ന് ആ കുട്ടി എന്നെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞു. കിഷോറിന് 2 എണ്ണം കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അവൾ അങ്ങനെ വെല്ലുവിളിച്ച്. അവളെ നമ്മുടെ ആളാ എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. ആണോ എന്ന് അജാസ് ചോദിച്ചപ്പോ അതേക്കാ, കണ്ണേട്ടനും ഞാനും അവർണയ്ക്കയും ചേർന്നാണ് ഡ്രാമ. ഇപ്പൊ ഇക്കയും എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അവളും പെങ്ങളെ പോലെ തന്നെ നല്ല സൂപ്പർ ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞു. നമുക്കിത് കിഷോറിന്റെ മുഖംമൂടി പിച്ച് ചിന്താനുള്ള ഒരു അവസരം മാത്രം. പക്ഷെ അവളുടെ ഉള്ളു പിടയുന്നത് എത്രമാത്രമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നേരത്തേക്കും നമ്മുടെ ഗീതു സങ്കടത്തോടെ അജാസിനോട് പറഞ്ഞു. അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ കണ്ട ആ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടി നമ്മുടെ അജാസ് ഗീതുവിനോട് പറയണം. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്റെയും കണ്ണേട്ടന്റെയും ഡിവോഴ്സ് ആണെന്ന് നേരം ഗീതോടെ നിന്ന് പറയാം. ഞാൻ ഒഴിഞ്ഞു പോയാൽ കൂടുതൽ കൊടുക്കാമെന്ന് രാധികാമ്മ കിഷോറിനും എൻ്റെ അച്ഛനൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാലം അച്ഛ എന്ന് വിളിച്ച ഒരാൾക്ക് തിരിച്ചൊരു സെന്റിമെന്റ്സും മോളോടില്ലല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇതാകുന്നത്? ആ ഒരു തോന്നല് കിഷോറിനൊപ്പം ഭദ്രനിട്ടും 2 എണ്ണം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗീതുവിനൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഇത്രയും സ്നേഹമോ കരുതലോ ഒന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ഇക്കയാണ് എന്നൊക്കെ ഗീതു ഇങ്ങനെ പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോ ഈ അനാഥന് സനാഥനാക്കിയത് പെങ്ങളല്ലേ എന്ന് നേരെ അജാസ് ചോദിച്ചു. ആ ഒരു സ്നേഹം അത് ഞാൻ തിരിച്ചു തരണ്ടേ എന്ന് അജാസ് ചോദിച്ചു. യഥാർത്ഥ സ്നേഹം എവിടുന്നാണ് കിട്ടുന്നത് എന്ന് തിരിച്ചറിയുന്നത് വരെ ഈ ലോകത്തുള്ള എല്ലാവരും അനാഥരാണിക്ക എന്നും പറഞ്ഞ് ഗീതു പറയണം. ഞാനും അനാഥയല്ല എന്ന് എനിക്ക് ഇപ്പോഴാ തോന്നി തുടങ്ങിയതെന്നുള്ള കാര്യമൊക്കെ ഗീതു ഇങ്ങനെ പറയുന്നു. ഇപ്പൊ എനിക്കും ധൈര്യമായിട്ട് പറയാം എനിക്ക് എൻ്റെ ഇക്ക ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഗോപൻ സാർ കട്ടയ്ക്ക് കൂടെ ഉള്ളപ്പോൾ പെങ്ങൾ എങ്ങനെയാണ് അനാഥ ആകുന്നത് എന്ന് ചോദിച്ചു. ഗോവിന്ദ് കണ്ണേട്ടൻ എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗീതു എന്താ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ എന്നിട്ട് വേഗം വണ്ടിയിലേക്ക് പോയി കയറുന്നു. അജാസിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പൊ കണ്ണേട്ടൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. കണ്ണേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ ഗീതു വണ്ടിയിലിരുന്ന് ആലോചിക്കുന്നു. പിന്നെ അജാസ് വണ്ടിയിലേക്ക് കയറി അവർ 2 പേരും കൂടെ പോണു. ഗീതുവിന്റെ മുഖത്ത് ആകെ സങ്കടമാണ്. അപ്പോൾ സാറ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പെങ്ങള് സാറിന്റെ കോൾ എടുക്കാത്തതെന്ന് ചോദിച്ചു. എന്തിനാ വെറുതെ കള്ളം പറയുന്നത് സാറിനോട്? എൻ്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്തുകൊണ്ടായിരിക്കും കണ്ണേട്ടനെയൊക്കെ വിളിക്കുന്നത് എന്നുള്ള കാര്യം ഗീതു. രാധികാമ്മയ്ക്ക് കൂടുതൽ കഥകൾ ഉണ്ടാക്കി കണ്ണേട്ടനോട് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. കൂടെ നിൽക്കുന്ന വഞ്ചകരെ കണ്ണേട്ടൻ സ്വയം തിരിച്ചറിയട്ടെ എന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പം ശരി എന്നും പറഞ്ഞ് 2 പേരും കൂടെ പോണു. അങ്ങനെ 2 പേരും കൂടെ പോകുന്നു. പിന്നെയും കണ്ണേട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അവൾ ഇനി വിജയലക്ഷ്മിയുടെ വീട്ടിൽ പോയി കാണുമോ? വിജയലക്ഷ്മിയുടെ വീട്ടിൽ പോയി കാണത്തില്ല. രഞ്ജുവിന്റെ അടുത്ത് എത്തിയിട്ടുമില്ല. പിന്നെ അവൾ എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ കണ്ണേട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അടുത്ത അവതാരം അങ്ങോട്ടേക്ക് പിറവിയെടുത്തു. വേറെ ആരുമല്ല, രാധിക. ഒരു ചിരിയും ചിരിച്ച് രാധിക ഇങ്ങനെ വരുവാണ് ഗോവിന്ദന്റെ അടുത്തേക്ക്. ഗോവിന്ദൻ ഒരാക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഗീതു നമുക്ക് മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. അവളെന്താ ഇതുവരെയും ഇവിടെ എത്താത്തതെന്ന് ചോദിച്ചപ്പം അത് അന്വേഷിക്കാൻ ഞാൻ അജാസിനെ വിളിച്ചുകൊണ്ടിരിക്കാം, ഫോൺ എടുക്കുന്നില്ല. നിനക്ക് ഗീതുവിനെ നേരിട്ട് വിളിച്ചൂടെ? അതിനും ഇടനിലക്കാരൻ വേണമെന്ന് ചോദിച്ചപ്പം ഗീതുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ, അതുകൊണ്ടാ അങ്ങനെ വിളിക്കുന്നത്. അവള് മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതാ. അപ്പൊ ചോദിച്ചു എന്തിനാണെന്ന്. അവളിപ്പോ കിഷോറിന്റെ കൂടെ ഉണ്ടാകും എന്ന് അമ്മ മകനോട് പറയുന്നു. ആരും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാൻ അവൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ഗീതുവിനെ സംശയിക്കരുതെന്ന് പറഞ്ഞു പോയത്. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് മോനെ ഞാനീ പറയുന്നത്. നിന്റെ സംശയം തീർക്കണമെങ്കിൽ ഞാനിപ്പോ കിഷോറിനെ വിളിക്കാം. അവൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി അന്വേഷിച്ചാ കള്ളി വെളിച്ചത്താവും. ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോ ഗോവിന്ദ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ അതെന്താ വേണ്ടാത്തത്? അവളെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥ എന്താവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞു. മോനെ കണ്ണാ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രകടനമായിട്ട് മോൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. മോനെ ഇനി അവൾക്കൊപ്പം താമസിക്കുന്നത് നിനക്ക് അപകടവാ. അവളുടെ ചതി അത് നീ തിരിച്ചറിയണം. എന്നിട്ട് കോടതിയിലെ എമർജൻസി പെറ്റീഷൻ കൊടുത്ത് നിങ്ങളുടെ കേസ് എടുപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഏതായാലും കിഷോർ എവിടെയാണെന്നും അവനോടൊപ്പം ഗീതു ഉണ്ടോ എന്നും നമുക്ക് അറിയണം. അതാ വേണ്ടത്. അവരെ ഒന്നിച്ച് പിടികൂടിയാൽ കേസിനൊരു ബലവാ. അപ്പൊ അമ്മേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഫോൺ എടുത്ത് വിളിക്കുന്നു. വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അജാസും ഗീതവും കൂടി അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ചീറ്റിപ്പോയി. അവിടെയും സംഗതി കള്ളി തെളിഞ്ഞു.
അപ്പൊ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഗീതു പറഞ്ഞപ്പോ അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചിരിക്കണമല്ലേ എന്ന് ചോദിച്ചു. 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്, വേണമെങ്കിൽ ഈ ഗ്യാപ്പിൽ ആരെങ്കിലും തല്ലാനുണ്ടെങ്കിൽ പോയി തല്ലിയിട്ട് വരാൻ പറഞ്ഞു. ആഹാ, ഈ ബ്രേക്കിൽ പോയി ചായ കുടിച്ചിട്ട് വാ എന്ന് പറയുന്നത് പോലെയാണല്ലോ ഒരാളെ തല്ലിയിട്ട് വരാൻ പറയുന്നത്. അപ്പൊ ഇക്കയ്ക്ക് അത് ചായ കുടിക്കുന്നതിനേക്കാളും എളുപ്പമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഓ, അപ്പൊ പെങ്ങളെന്നെ ശരിക്കൊരു ഗുണ്ടയാക്കാനുള്ള പുറപ്പാടാണല്ലേ ചോദിച്ചു. എനിക്ക് വേണ്ടി ഒരു കൊട്ടേഷനൊക്കെ ആകാം അല്ലേ? ഓക്കെ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അജാസ് അവിടെ നിൽക്കുന്നു. ഗീതു റൂമിലേക്ക് കയറി പോകണം. അങ്ങനെ ഗീതു കയറി ചെന്നപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ വരുണും എല്ലാവരും ഉണ്ട്. അപ്പൊ ഗീതു അങ്ങ് വന്നപ്പോഴേക്കും നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് ഗോവിന്ദൻ നേരെ ഗീതുവിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി, എവിടെയായിരുന്നു ഇതുവരെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ഗീതു ഇങ്ങനെ നോക്കുമ്പോഴേക്കും കണ്ണൻ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും കേട്ടോ. അവരവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുമ്പോൾ എനിക്ക് എൻ്റെതായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്, അതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും വന്ന് ചുറ്റിനും കൂടി അടി കാണാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാഞ്ചന എന്ന് പറഞ്ഞു നിൽക്കാം. എന്റെ ഭാര്യയായി ജീവിക്കുന്നിടത്തോളം കാലം നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് എന്നെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ബോധിപ്പിക്കണം പോലും മാറങ്ങോട്ടെന്ന് പറഞ്ഞു ഗീതു പോകുമ്പോ ദേ നീ എവിടെയായിരുന്നെന്ന് പറയാതെ അകത്തേക്ക് കയറി പോകരുതെന്ന് പറഞ്ഞു. ഞാൻ അകത്തതിന് കയറിയല്ലോ, അപ്പൊ ഇനി ഇവിടെ നിന്ന് അനങ്ങരുത് എന്ന് കണ്ണൻ. അപ്പോഴേക്കും അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ അനങ്ങും, ദേ ഓരോ പോയിന്റ്സും മറികടന്ന് ഞാൻ റൂമിൽ എത്തുകയും ചെയ്യും, തടയാൻ പറ്റുമെങ്കിൽ തടയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ തടഞ്ഞിങ്ങനെ നിന്നു. പക്ഷെ ഗീതു കൈയുടെ ഇടയിലൂടെ കയറി അങ്ങ് പോയി. അങ്ങനെ പോയി കാഞ്ചന എടുത്ത് നിൽക്കുക. മാമോയ്, ഗീതു പാപ്പ ഡൈനിങ് ടേബിളിൽ എത്തി എന്ന് കാഞ്ചന നേരം അവിടെ നിന്ന് പറയാം. ഈ സമയത്ത് ഗോവിന്ദൻ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്ന ഒരു രാധികയും വരുണും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക കേട്ടോ. എന്താ തടയുന്നില്ലേ, എങ്കിലേ അടുത്ത പോയിന്റിലേക്ക് ചെല്ലാം എന്ന് നമ്മുടെ ഗീതു. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇതൊക്കെ കണ്ട് ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുക, അഭിനയിക്കുകയും വേണം, എല്ലാം കൂടെ നിൽക്കുന്നു. അപ്പൊ കാഞ്ചനയോട് മാറങ്ങോട്ടോ എന്ന് പറഞ്ഞോണ്ട് ഗീതു അങ്ങോട്ടേക്ക് പോണു. സമയം കണ്ണൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് അതിലൊക്കെ നോക്കുന്നു. പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്ന് ചായയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന. അപ്പൊ അവളെ ഏട്ടനെ മനഃപൂർവ്വം വെല്ലുവിളിക്കാം, ദേ ഒരു തല്ലൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഇവളിങ്ങനെ ധിക്കാരത്തോടെ പെരുമാറിയാൽ നാളെ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയാലും നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഗോവിന്ദന്റെ ചെവി കടിച്ച് പറിച്ചുകൊണ്ടേയിരിക്കുന്നു രാധികയും മകനും. ഗീതു ചായയൊക്കെ എടുത്ത് നല്ല അന്തസ്സായിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ, വളരെ ഹാപ്പി ആയിട്ട്. അടുത്തത് സ്റ്റെയർ കേഴ്സിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഗീതു ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദൻ ഭയങ്കര കലിപ്പിൽ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് സ്റ്റെയർ കേഴ്സിൽ കാൽക്കുത്തിയ നീ വിവരം അറിയും എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിവരം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞോട് ദേ ഗീതു അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ദേ മുന്നിൽ കയറി അങ്ങ് നിൽക്കുവാണ് നമ്മുടെ വരുൺ. ഗീതു കയറാതിരിക്കാൻ, ഗീതു ഈ വീട്ടിൽ ആരും ഗോവിന്ദേട്ടൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോവാറില്ല, നീ അത് ധിഖരിച്ചാൽ പിന്നെ നീ ഈ വീട്ടിൽ കാണില്ല എന്ന് വരുൺ. ഇവിടെ അധികാര പരിധി നിശ്ചയിക്കുന്നത് ഗോവിന്ദേട്ടനാണെന്ന് പറഞ്ഞപ്പം വരുണേട്ടന്റെ പേര് മുണ്ടക്കൽ ശേഖരൻ എന്നാണോ എന്ന് ചോദിച്ചപ്പോ അല്ല, എന്നാൽ വഴി തടയാതെ മാറി നിൽക്കടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നന്ദിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും.